ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ ദോശയും വെള്ളച്ചട്നിയായിരുന്നു. ഇന്ന് അബിക്കുട്ടന് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അബിക്കുട്ടനെ സ്കൂളിൽ വിട്ടതിന് ശേഷം എനിക്ക് സൈശേട്ടന് ഹോസ്പിറ്റലിൽ വരെ പോകണം. കാരണം സൈശേട്ടന് 1 മാസത്തോളമായി പനി വന്നിട്ട്, പക്ഷേ ജോയിൻറ്റ് പെയിനൊന്നും മാറിയിട്ടില്ല. ജോലിക്ക് ഇതുവരെ പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ശരീരവേദന മാറാൻ വേണ്ടി നമ്മൾ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടേ പോവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമേ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ വേഗം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ചീരത്തോരനും ചോറും രാവിലെ വെച്ചിരുന്നു അബിക്കുട്ടന് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട്. പിന്നെ മീൻകറി വെച്ചു. പിന്നെ അയലമീനാണ് കിട്ടിയത്. അയല ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ചോറ് കഴിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആറുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. മാർത്താണ്ഡം കുഴുത്തർ ആറെന്നാണ് പറയുന്നത്. അതിന് കൈവരി വെള്ളം കെട്ടിയിട്ടില്ല കേട്ടോ. ആ ആറ് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എനിക്ക് അവിടെ ബൈക്ക് നിർത്തിയിട്ട് എനിക്ക് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. അവന് സൈശേട്ട അവിടെ ബൈക്ക് നിർത്തി. ഞാൻ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ നല്ലൊരു ചുഴി കണ്ടു. അത് കണ്ടിട്ട് എനിക്ക് നല്ല പേടിയായി കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഭയാനകമായ ഒരു ചുഴിയായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല പേടിയാവും. ഞാൻ വേറെ പോകാം. ആറിനോട് ചേർന്ന് തന്നെ മാർത്താണ്ഡം പാലമുണ്ട്. അപ്പോൾ അതിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തുനിന്ന് സെൽഫിയൊക്കെ എടുത്തു. പക്ഷേ എനിക്ക് അതിശയകരമായൊരു കാര്യം, ഇത്രയും നല്ല ചുഴിയുള്ള ഒരു ഭാഗത്ത് പോലും ആ പാലത്തിന് കൈവരി കെട്ടിയിട്ടുള്ള എന്നുള്ളതാണ്. നമുക്ക് ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. സതീശേട്ടന് ബ്ലഡ് കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് കിവിപ്പഴം, പപ്പായ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നിറയെ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നമ്മൾ കിവിപ്പഴം മേടിച്ചു കേട്ടോ. ഞാൻ കഴിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ കരുക്കൊക്കെ നിറയെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കരുക്കും മേടിച്ചു. അങ്ങനെ കരുക്ക് കഴിച്ചു. പിന്നെ മാങ്ങയും കഴിച്ചു കേട്ടോ. മാങ്ങ ഞാനാണ് കഴിച്ചത്. പിന്നെ വൈകുന്നേരത്തെ ചായക്ക് നമ്മൾ പഴംപൊരി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.